ഹായ്, എല്ലാവർക്കും A to Z-ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ കേരളത്തിലെ എയർപോർട്ടുകളിൽ ജോലി നേടുക എന്ന് പറഞ്ഞാൽ ഏതൊരാളുടെയും ചിലപ്പോൾ സ്വപ്ന ജോലി തന്നെ ആയിരിക്കും എയർപോർട്ടിലൊക്കെ ജോലി ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നമ്മുടെ കണ്ണൂർ എയർപോർട്ടിലും കൊച്ചി എയർപോർട്ടിലും അതുപോലെ കോഴിക്കോട് എയർപോർട്ടിലും നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. എയർ ഇന്ത്യക്ക് കീഴിലുള്ള എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇപ്പോൾ ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി, എക്സാം ഒന്നുമില്ലാതെ ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വനിതകൾക്കും അപേക്ഷിക്കാം. വ്യത്യസ്തമായിട്ട് ഏകദേശം 153ഓളം ഒഴിവുകൾ, ടോട്ടൽ ഒഴിവുകളുണ്ട്. മിനിമം യോഗ്യത 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ നോക്കാൻ പോകുന്നത് ഏതെല്ലാം പോസ്റ്റുകളുള്ളത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ, അതിന് ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുപോകണം, അതുപോലെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം, അതിൻ്റെ ഡീറ്റെയിൽസ്, മറ്റുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ഏതെല്ലാം എയർപോർട്ടുകളിൽ എത്ര വേക്കൻസികൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മാക്സിമം എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകളിലൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ വാക്കിൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യക്ക് കീഴിലുള്ള ഒരു എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ് ആണ്. കാർഗോ ഡിവിഷനും മറ്റുമായി ബന്ധപ്പെട്ട് മാനേജ് ചെയ്യുന്ന ഒരു സബ്സിഡറി ഫേമാണ്. എയർ ഇന്ത്യക്ക് കീഴിലുള്ള സബ്സിഡറി ഫേമാണ് എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ്. അപ്പോൾ വേരിയസ് എയർപോർട്ടുകളിലായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഗ്രൗണ്ട് ഡ്യൂട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കാലിക്കറ്റ് ഉണ്ട്, കൊച്ചിനുണ്ട്, കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അങ്ങനെ എയർപോർട്ടുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് സദേൺ റീജിയനിൽ. അപ്പോൾ ഇതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഓരോ എയർപോർട്ടിലേക്കും വേക്കൻസി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിമാൻ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. ഇതിൽ ഹാൻഡിമാൻ്റെ ജോബ് റോളും അത് എന്തെല്ലാം ആയിരിക്കുമെന്നും എന്നാണ് ഇതിൻ്റെ ഇന്റർവ്യൂ എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചതിന് ശേഷം താഴെ ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ ഹാൻഡിമാൻ പോസ്റ്റിലേക്ക് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 55 വേക്കൻസി ഉണ്ട്. കാലിക്കറ്റ് ആണെങ്കിൽ 27 വേക്കൻസി, കണ്ണൂരാണെങ്കിൽ 27 വേക്കൻസിയാണ് ഉള്ളത്. അതിൽ SSLC പാസ്സായിരിക്കുക അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കുക എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. ഹാൻഡിമാൻ പോസ്റ്റിലേക്ക് വേണ്ടത് 10ാം ക്ലാസ് പാസ്സായിരുന്നാൽ മതി. അതുപോലെ നിങ്ങൾക്ക് മസ്റ്റ് ബി ഏബിൾ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് വായിക്കാനും അതുപോലെ മനസ്സിലാക്കാനുള്ള കഴിവാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഏബിൾ ടു റീഡ്, വായിക്കാനും അതുപോലെ തന്നെ അത് മനസ്സിലാക്കാനുള്ള കഴിവ്. അതുപോലെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക, അതുപോലെ ഹിന്ദി ലാംഗ്വേജ് ഒക്കെ അറിഞ്ഞിരിക്കുക, തീർച്ചയായും മുൻഗണന ലഭിക്കുന്നതായിരിക്കും. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്പീക്ക് ഡിസറബിൾ, ഇതൊക്കെ ഈ ലാംഗ്വേജുകളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ട 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക, ഇംഗ്ലീഷ് ലാംഗ്വേജ് വായിക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കുക. 14,610 രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറി, ഇനീഷ്യലി ലഭിക്കുന്ന സാലറി. ജനറൽ വിഭാഗത്തിന് 28 വയസ്സും OBC വിഭാഗത്തിന് 31 വയസ്സും SC/STക്ക് 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഇന്റർവ്യൂ ഡേറ്റ് മറക്കാതിരിക്കുക. 30/7/2022 ഇതിൻ്റെ ഇന്റർവ്യൂ നടക്കുന്നത്. 30/7/2022 8 മണി മുതൽ 11 മണി വരെ ആയിരിക്കും ഇതിൻ്റെ ഇന്റർവ്യൂ നടക്കുന്നത്. വെന്യൂ നോക്കുകയാണെങ്കിൽ ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം നിയർ വേങ്ങൂർ ദുർഗാദേവി ടെമ്പിൾ, വേങ്ങൂർ, അങ്കമാലി, എറണാകുളം, കേരള. പിന്നെ 683-572 എന്ന ആ ഒരു അഡ്രസ്സിലായിരിക്കും, ഇതിലായിരിക്കും വെന്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ജോബ് ലൊക്കേഷനിൽ ഹാൻഡിമാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. കൊച്ചിയിൽ 21 വേക്കൻസി, കാലിക്കറ്റ് 15 വേക്കൻസി, കണ്ണൂർ 8 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് വേണ്ടതും നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക, പ്ലസ് അതിനോട് കൂടി ഡ്രൈവിംഗ് ലൈസൻസ്, മസ്റ്റ് ക്യാരി ഒറിജിനൽ വാലിഡ് HMV ഡ്രൈവിംഗ് ലൈസൻസ് അറ്റ് ദ ടൈം ഓഫ് അപ്പിയറിംഗ് ഫോർ ട്രേഡ് ടെസ്റ്റ്. പ്രിഫറൻസ് വിൽ ബി ഗിവൻ ടു ദ കാൻഡിഡേറ്റ്സ് കൺവേഴ്സൻ വിത്ത് ദ ലോക്കൽ ലാംഗ്വേജ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് HMV ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, മസ്റ്റ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ഒറിജിനൽ നിങ്ങൾ ട്രേഡ് ടെസ്റ്റ് എന്ന സംഭവം ഉണ്ട്. അത് ട്രേഡ് ടെസ്റ്റ് എന്നാൽ ഇതിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഈ ഒരു വെഹിക്കിൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ആ സമയത്ത് കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് ലോക്കൽ ലാംഗ്വേജ് അറിയുന്നവർക്ക് മുൻഗണന പറഞ്ഞാൽ കേരളത്തിലാവുമ്പോൾ മലയാളം ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞാൽ മതി. 16,530 ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുക.
28 വയസ്സാണ് ഏജ് ലിമിറ്റ്. 31 OBC, SC ST 33. അത് 31/7/2022 8 മണി മുതൽ 11 മണി വരെ ആയിരിക്കും ഇന്റർവ്യൂ. അതിലും കറക്റ്റായിട്ട് ജോബിൽ അതിൻ്റെ വെന്യൂ പറഞ്ഞിരിക്കുന്നത് ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം നിയർ വേങ്ങൂർ ദുർഗാദേവി ടെമ്പിൾ, വേങ്ങൂർ, അങ്കമാലി, എറണാകുളം, കേരള. പിന്നെ 683-522 എന്ന വിലാസത്തിലായിരിക്കും ഇതിൻ്റെ ആ ഒരു വെന്യൂലായിരിക്കും ഇതിൻ്റെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കാം. അപ്പം എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഈ ഒരു നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനും അതുപോലെ ഏജ് ലിമിറ്റോ കണക്കാക്കുന്നത് 1 ജൂലൈ 2022 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത്. ഇനി ഹാൻഡിമാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഉണ്ടായിരിക്കേണ്ട അവർക്ക് ജോബ് റോള് പറഞ്ഞത് മെയിൻലി ബാഗേജ് ആൻഡ് കാർഗോ ലോഡിംഗ് ആൻഡ് ഓഫ് ലോഡിംഗ് ഫ്രം ദി എയർക്രാഫ്റ്റ് ആൻഡ് ട്രോളീസ്, എയർക്രാഫ്റ്റ് ക്യാബിൻ ക്ലീനിങ്, പാസഞ്ചേഴ്സ് ആസ് വെൽ ആസ് എയർലൈൻ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ കീ ഓഫ് റിക്വയർമെന്റ്. വർക്ക് പാറ്റേൺ വിൽ ബി 3 ഷിഫ്റ്റ് ഇൻക്ലൂഡിംഗ് നൈറ്റ് ഷിഫ്റ്റ് and 1 weekly off on rotation basis. Career progression based on performance and number of years eligibility for PF and ESA and also entitled for casual leaves, sick leave and paid leave. ഇത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന വർക്ക് മെയിൻലി ബാഗേജ് അതുപോലെ കാർഗോ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് വർക്കുകളായിരിക്കും. അതുപോലെ എയർലൈൻ ക്യാബിൻ ക്ലീനിങ് മറ്റുള്ള അതുപോലത്തെ വർക്കുകളായിരിക്കും ഉണ്ടായിരിക്കും. ഇതിൽ 3 ഷിഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. റൊട്ടേഷൻ ബേസിലുള്ള ഷിഫ്റ്റുകൾ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ വീക്കിലി 1 ഡേ ഓഫ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മറ്റുള്ള നമ്പർ ഓഫ് ഇയേഴ്സിനനുസരിച്ച് PFI അതുപോലെ ESI അതുപോലെ PF മറ്റുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ കാഷ്വൽ ലീവ്, സിക്ക് ലീവ് ആൻഡ് പെയ്ഡ് ലീവ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഹാൻഡിമാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് സെലക്ഷൻ പ്രൊസീജിയർ സ്ക്രീനിങ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് പാരഗ്രാഫ് റീഡിംഗ് ആൻഡ് ജനറൽ നോളജ് അങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കാം. പിന്നെ ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, വെയിറ്റ് ലിഫ്റ്റിംഗ് ആൻഡ് റണ്ണിങ്. അപ്പോൾ ഇതിൽ സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പാരഗ്രാഫ് തരും, അത് റീഡ് ചെയ്യാൻ പറയും. പിന്നെ ജനറൽ നോളജ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അതായിരിക്കും സ്ക്രീനിങ് ഉണ്ടായിരിക്കാം. ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് എന്നാൽ കുറച്ച് ഒരു വെയിറ്റ് ചാക്ക് മണലായിരിക്കും. ആ മണലെടുത്തിട്ട് നിങ്ങൾ എത്ര കിലോ ഇതിൽ കൊടുത്തിട്ടില്ല അതെടുത്ത് ഓടുകയായിരിക്കും ചെയ്യേണ്ടത്. ഇത്ര മീറ്റർ ഓടണം എന്നുള്ളതുണ്ടോ ആ ഒരു 2 ടെസ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതാണ് ഹാൻഡിമാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയറും ജോബ് ഡീറ്റെയിൽസും. ഇനി യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഡ്രൈവിംഗ് ഓർ ഓപ്പറേറ്റിംഗ് ഹെവി വെഹിക്കിൾസിലേക്ക് ട്രാക്ടർ, ബസ് ആൻഡ് ഗ്രൗണ്ട് സർവീസ് എക്യുപ്മെന്റ്. അപ്പോൾ ട്രെയിനിങ് ആൾസോ എക്യുപ്മെന്റ് മെയിൻ്റനൻസ്. HMV ലൈസൻസ് മസ്റ്റ് ഫോർ ദി പോസ്റ്റ് ആൻഡ് കാൻഡിഡേറ്റ്സ് ആൾറെഡി അപ്ലൈഡ് ഫോർ ആൻഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് RTO ഡ്രൈവിംഗ് ടെസ്റ്റ് ക്യാൻ ആൾസോ അപ്ലൈ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോൾ അടുത്ത് കിട്ടിയ ആളാണെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ 3 ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. വീക്കിലി 1 ഓഫ് ആയിരിക്കും. പിന്നെ അത് റൊട്ടേഷൻ ബേസിലായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ കാഷ്വൽ ലീവ്, സിക്ക് ലീവ്, പെയ്ഡ് ലീവ് ഒക്കെ നിങ്ങളുടെ വർക്ക് നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് PF-ഉം ESI ഒക്കെ ലഭിക്കുന്നതാണ്. സെലക്ഷൻ പ്രൊസീജിയർ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ ട്രേഡ് നോളജ് ആൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇൻക്ലൂഡിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഓഫ് HMV. ദോസ് പാസിംഗ് ദ ട്രേഡ് ടെസ്റ്റ് അലോങ് വിത്ത് ബി സെൻഡ് ഫോർ സ്ക്രീൻ. അപ്പോൾ ആരാണോ ഈ ഒരു തസ്തികയിലേക്ക് ഫസ്റ്റ് ട്രേഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മറ്റ് നമ്മളോരോ പാരഗ്രാഫ് റീഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അതുണ്ടായിരിക്കുക. എന്നാൽ യൂട്ടിലിറ്റി ഏജന്റ് കം റാമ്പ് ഡ്രൈവർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ട്രേഡ് ടെസ്റ്റ് ആയിരിക്കും അതുണ്ടായിരിക്കുക. അതിന് ശേഷമായിരിക്കും സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് ചോദിക്കും. അതുപോലെ തന്നെ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതും ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതിൻ്റെ വാക്കിൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 1 ജൂലൈ 2022 കണക്കാക്കിയിട്ടായിരിക്കും ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കണക്കാക്കുന്നത്. വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും ഒക്കെ. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത ശേഷം അതിൽ ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം. അതിനോട് കൂടി തന്നെ നോൺ റീഫണ്ടബിൾ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, 500 രൂപ ആപ്ലിക്കേഷൻ ഫീസ്. ആ ഫീസുമായിട്ട് അത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേബിൾ അറ്റ് മുംബൈ അതിൽ മാറാവുന്ന ഒരു 500 രൂപയുടെ DD ആണ് എടുക്കേണ്ടത്. പിന്നെ നോ ഫീസ് ആർ ടു ബി പെയ്ഡ് ബൈ എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു SC/ST കമ്മ്യൂണിറ്റീസ്. പ്ലീസ് റൈറ്റ് യുവർ ഫുൾ നെയിം ആൻഡ് മൊബൈൽ നമ്പർ അറ്റ് ദി റിവേഴ്സ് സൈഡ് ഓഫ് ദി ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഇപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇപ്പോൾ SC/ST അതുപോലെ എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സ് അല്ലാത്ത ആളുകൾ ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് മസ്റ്റാണ്. അവർ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫുൾ നെയിമും മൊബൈൽ നമ്പറും ആ ഒരു DDയുടെ ബാക്കിൽ അവർ ഫില്ല് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ റീസെൻറ്റ് നോട്ട് മോർ ദാൻ 6 months ഓൾഡ്, 6 മാസത്തിൽ അതിൽ കൂടുതൽ പഴക്കമുള്ള ഫോട്ടോഗ്രാഫ് പറ്റില്ല. മിനിമം 6 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്ത ഒരു ഫോട്ടോഗ്രാഫ്, റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അത് ഫുൾ ഫേസ് ഫ്രണ്ട് വ്യൂ ആണ്. ഷുഡ് ബി പേസ്റ്റ് നീറ്റ്ലി ഇൻ ദി സ്പേസ് പ്രൊവൈഡ് ദ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോമിൽ
അവിടെ ആ ഒരു ഫോട്ടോ ഒട്ടിക്കേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് നിങ്ങൾ ഒട്ടിക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് ഓഫ് കോപ്പീസ് ഓഫ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഇൻ റെസ്പെക്റ്റഡ് ഐറ്റം, അതിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഫുൾ, ആ ഒരു സർട്ടിഫിക്കറ്റ് മൊത്തം നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ കൂടെ വെക്കണമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതാണ്. ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ആ ആപ്ലിക്കേഷൻ ഫോമിൽ വ്യക്തമായിട്ട് ഇതിൻ്റെ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഒറിജിനൽ ഡോക്യുമെന്റ് നിങ്ങൾ ഓരോന്നുണ്ടെങ്കിലും അത് ടിക്ക് ചെയ്തെടുക്കുക. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ്, എല്ലാ അതിനും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, അതുപോലെ തന്നെ ഒറിജിനൽ ഡോക്യുമെന്റ് കയ്യിൽ വെക്കുക, കോപ്പീസ് എടുത്ത് വെക്കുക. കാരണം ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റായി വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒറിജിനൽ വെക്കാൻ എഴുതാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഒറിജിനൽ കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ 10th സ്റ്റാൻഡേർഡ് പാസിംഗ് സർട്ടിഫിക്കറ്റ്, 12th സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഫസ്റ്റ് ഇയർ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ മാർക്ക് ഷീറ്റ്, അത് മിനിമം 10th ആണെങ്കിലും ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളുകളും ഇതിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ വെക്കാം. അപ്പോൾ ഏതെല്ലാം ഉണ്ട് അതൊക്കെ നിങ്ങളിതിൽ ടിക്ക് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ ഈ ആപ്ലിക്കേഷൻ്റെ ഫോം താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ഫോം. ഈ ഡീറ്റെയിൽസും ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ MBA ഉണ്ടെങ്കിൽ അത്, ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, SC SC OBCക്ക് ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, എക്സർവീസ്മാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, നാഷണാലിറ്റി ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ആധാർ കോപ്പി, ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ അത് EWS കാറ്റഗറീസിലാണ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ്സിന് അവർക്ക് റിസർവേഷന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. പിന്നെ സെറോക്സ് കോപ്പി ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ്, ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇന്റർവ്യൂവിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ജോബിന്റെ ഡീറ്റെയിൽസും. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്ന, കേരളത്തിൽ എയർപോർട്ടുകളിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.